ഒട്ടും വൈകിക്കാൻ പറ്റില്ല. ഇനിയും താമസിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ശുപാർശ ചെയ്ത് ഇവിടുന്ന് ഒഴിഞ്ഞു മാറണമെന്നേ പറയാൻ പറ്റൂ. മതിയോ അമ്മേ? അമ്മേ, ഇതെന്തെടുക്കായിരുന്നു നീ? എന്താ ഇത്രമാത്രം ഡോക്ടർ പറഞ്ഞേ? അതമ്മയുടെ അസുഖത്തിന്റെ പഴയ പേപ്പറൊക്കെ എടുത്ത് നോക്കായിരുന്നു. ഡോക്ടർ പറഞ്ഞില്ലേ നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഓപ്പറേഷൻ ഇപ്പൊ വേണോ എന്ന് പറഞ്ഞ ഡോക്ടർ പോലെ അതിന്ന് പിന്മാറിയത് കണ്ടോ? പക്ഷെ എന്നിട്ടും നിനക്കൊരു മാറ്റം വരുന്നില്ലല്ലോ. നീ പോയപ്പോ തുടങ്ങിയതാ. സുന്ദരി ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ പൈസ ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് ബഹളം. ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണ്ടേ അമ്മേ? ചെയ്യണ്ട. അല്ലെങ്കിൽ തന്നെ കീറി മുറിച്ച് തുന്നി കൂട്ടിയിട്ട് ഇനി ബാക്കിയുള്ള കാലം ഇന്ന് തന്നെ കാശ് കൊണ്ടുപോയിടുവോ നീ? അത് നമുക്ക് ആദ്യം വീട്ടിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ചെന്നിരുന്നിട്ട് രണ്ടാക്കും കൂടി തീരുമാനിക്കാം. എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്യില്ല എന്ന് മനസ്സിലായി. പരിശോധിക്കുന്ന ഡോക്ടർക്ക് വിശ്വാസമുണ്ട്, കൂടെ നിൽക്കുന്ന നിനക്ക് ഇപ്പൊ വിശ്വാസം ഇല്ലാത്ത. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും ശരി ഹോസ്പിറ്റലിന്റെ പടി ഞാൻ ചവിട്ടില്ല. പടി ചവിട്ടണ്ട, ഞാൻ സിസ്റ്റർമാരെ വിളിച്ചേ വീൽ ചെയറിൽ ഇരുത്തി കൊണ്ടുപോയിക്കോളാം. ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. കൃഷ്ണേ, നമുക്ക് അമ്മയ്ക്കൊരു ചായ വാങ്ങിട്ട് വന്നാലോ? ഇനി ചായയും കുടിച്ച് ചോറും തിന്ന് ഇവിടെ ഇരിക്കാൻ പോവാ? എനിക്കൊരു ചായ കുടിക്കണം അമ്മേ. എന്നൊന്ന് പോയിട്ട് വാ. നടക്ക്.